കഴിഞ്ഞ LDF സർക്കാർ ഒപ്പുവെച്ച വിവാദ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് UDF സർക്കാരിന്റെ തീരുമാനം. കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോൾ അതിനെ നിശിതമായി വിമർശിക്കുകയും അത് BJP CPM ഡീലിന്റെ ഭാഗമാണ് എന്നൊക്കെയായിരുന്നു അന്ന് UDF നേതാക്കൾ വാദിച്ചത്. അതേ UDF സർക്കാർ ഇതാ ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിന് പ്രധാന ന്യായീകരണമായി വാദമായി ഉന്നയിക്കുന്നത് ഈ പദ്ധതി ഒപ്പുവെച്ചത് കഴിഞ്ഞ സർക്കാരാണ്, ഒപ്പുവെച്ചതുകൊണ്ട് ഇനി അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നതായിരുന്നു. എന്നാൽ ആ വാദവും ഇന്നിതാ പൊളിയുകയാണ്. ഇന്നിപ്പോൾ രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാം, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ പദ്ധതി പ്രകാരമുള്ള തുകയൊന്നും തന്നെ അനുവദിച്ചു തരാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ അടൂർ പ്രകാശാണ് ഇന്നലെ ഇതുമായി മുന്നോട്ട് പോകുന്നു എന്ന തരത്തിൽ പ്രതികരണം നടത്തിയത്. അദ്ദേഹം അതിലൊരു മലക്കമറിച്ചിൽ ഇന്ന് നടത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ആ പ്രതികരണത്തിൽ അതൃപ്തിയുമായി ഇന്നിപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിലബസിൽ മാറ്റം വരുത്താതെ, കേരള സിലബസിൽ മാറ്റം വരുത്താതെ ആ കരിക്കുലവുമായി മുന്നോട്ട് പോയി വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നോക്കൂ, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ PM ശ്രീ ചവറ്റുകൊട്ടയിലെറിയും, അറബിക്കടലിൽ ഒഴുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. അത് സത്യത്തിൽ ജനങ്ങളെ വഞ്ചിക്കലല്ലേ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദാവസർ, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ UDF അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകില്ലേ? ഇതിപ്പോൾ മുന്നോട്ട് പോകുമോ? ഉറപ്പായിട്ടില്ല. ഇന്നലെയാണ് പോകാൻ UDF തീരുമാനിച്ചു എന്ന് അടൂർ പ്രകാശ് പറയുന്നത്. ഇന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇല്ല, അതിലൊരു ഫൈനൽ തീരുമാനമായിട്ടില്ല. എന്താണ്, ഉപസമിതിയും മന്ത്രിസഭയും ഇനിയും ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിയും രണ്ടാമത്തെ ഘടകകക്ഷി നേതാവായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി അത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ തീരുമാനിക്കാത്ത കാര്യമാണോ അടൂർ പ്രകാശ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. എനിവേ, അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു പ്രതികരണം വന്നല്ലോ, അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇത് കാണുമ്പോൾ ഭയങ്കരമായ സഹതാപം തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അത് തന്നെയാണ്, സഹതാപമാണ് തോന്നുക. പക്ഷേ ഈ സഹതാപം എല്ലാവരോടും തോന്നുന്നതാണ്. ഈ UDFൻ്റെ കാര്യത്തിൽ മാത്രമല്ല, LDFൻ്റെയും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് LDF ആകട്ടെ UDF ആകട്ടെ സത്യസന്ധമായ സമീപനമല്ല സ്വീകരിക്കുന്നത്. ഇപ്പം ദിവ്യ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, MOU ഒപ്പിട്ടു, PM ശ്രീയുമായി ബന്ധപ്പെട്ട്. MOU ഒപ്പിടുന്നതിൻ്റെ തലേ ദിവസമാണ് CPMൻ്റെ സൈദ്ധാന്തിക പ്രസിദ്ധീകരണമായിട്ടുള്ള ചിന്താവാരികയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനം വരുന്നത്. എന്തിനെക്കുറിച്ചാണ്? PM ശ്രീയുടെ അപകടത്തെക്കുറിച്ച്. PM ശ്രീയുടെ അപകടത്തെക്കുറിച്ച് നാട്ടുകാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനം എഴുതി തൊട്ടടുത്ത ദിവസം കേന്ദ്രവുമായിട്ട് ഈ ധാരണയിലെത്തുകയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒപ്പുവെക്കലും മുന്നോട്ട് പോകലും എല്ലാം ആരും അറിയാതെയാണ് നടന്നത്. ഈവൻ മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. CPMൻ്റെയോ LDFൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, CPMൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയാൻ സാധ്യതയില്ല. LDFൻ്റെ ഏതായാലും അറിഞ്ഞിട്ടില്ല എന്ന് ബിനോയ് വിശ്വം തന്നെ പറഞ്ഞു, LDFിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുതരം ഒളിച്ചു കളിയാണ് നടത്തിയത്. അത് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങളത് പിൻവാങ്ങുകയാണെന്ന് പറഞ്ഞ് അവർ പോകുന്നു. അപ്പോൾ അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്താണ് കാര്യം? PM ശ്രീക്കെതിരെ ഇടതുപക്ഷത്തിന് നിലപാടുണ്ടോ എന്ന് വെച്ചാൽ നിശ്ചയമായിട്ട് നിലപാടുണ്ട്, കർശനമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടാണ് മന്ത്രി ചിന്താവാരികയിൽ എഴുതിയത്. പക്ഷേ ആ നിലപാടുമായിട്ട് ഈ പ്രായോഗിക ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നുന്നു. കാരണം പണം വേണം. സ്കൂളുകളിലെ പല കാര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാം, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിൻ്റെ പണം പോലും ഹെഡ് മാസ്റ്റർമാർ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ വാർത്തകൾ ധാരാളം വരുന്നുണ്ട്. അപ്പം പണം കിട്ടണമെങ്കിൽ, കേന്ദ്രം പണം അനുവദിക്കണമെങ്കിൽ ഇതിലൊപ്പിടണം. പണം അനുവദിക്കുന്നതിന് PM ശ്രീ പദ്ധതികളുടെ പണമല്ല ദിവ്യ, ഈ SSKയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തുള്ള മറ്റ് കാര്യങ്ങളുടെ ഈ ഫണ്ട് റിലീസ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇത് ഒപ്പിടണം എന്ന് പറയുന്ന ഒരു തെറ്റായ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥ അവർ വെക്കുകയാണ്. അപ്പോൾ ഇവർ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. ഹെൽപ്ലെസ് ആവുകയാണ്. അതിനാൽ ഇവരുടെ രാഷ്ട്രീയ ജാഗ്രത കുറവോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഞാൻ ഹെൽപ്ലെസ് ആകണം. അങ്ങനത്തെ ഒരു ഹെൽപ്ലെസ് അവസ്ഥയിലേക്ക് സംസ്ഥാനങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിച്ചാണ്. അപ്പോൾ അന്ന് ആ നിസ്സഹായാവസ്ഥയിൽ ഇടതുപക്ഷ സർക്കാർ അത് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ നിസ്സഹായാവസ്ഥ എന്ന് പറയുമ്പോൾ അതിനെ വേറെ രീതിയിൽ പറയാം, അതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയില്ലാത്ത എന്തുകൊണ്ടാണ്? പണമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അന്ന് അത് രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട ആയുധമാക്കി UDF. ഇവർക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള, വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇവരൊപ്പം നിൽക്കുകയാണെന്നുള്ള വിമർശനം സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അത് വരുന്നത്. UDF വലിയ രീതിയിൽ അത് പ്രചാരണായുധമാക്കി. അതാണ് ഈ അറബിക്കടലൊക്കെ വന്നത്. ഞങ്ങൾ അറബിക്കടലിൽ എറിയുന്ന ഷാജിയല്ലേ പ്രസംഗിച്ചത്, ഇവർ അധികാരത്തിൽ വന്നു.
ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഷംസുദ്ദീൻ ഇന്നലെ എടുത്തിട്ട് ഷംസുദ്ദീനും കുഞ്ഞാലിക്കുട്ടിയും രണ്ട് സമയങ്ങളിലായിട്ട് LDF പറഞ്ഞ കാര്യമാണ്. LDF ഉണ്ടാക്കി വെച്ചൊരു കുരുക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. LDF ഉണ്ടാക്കിയ ബാധ്യതയാണെന്നാണ് ഷംസുദ്ദീൻ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ ഈ കുരുക്കിൽ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. ഇത് ഞങ്ങളെല്ലാം യഥാർത്ഥത്തിൽ UDFും ആഗ്രഹിക്കുന്നത് എന്താണ്, ഇത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഫണ്ട് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫണ്ടാണ് പ്രധാനം. ഫണ്ടാണ് പ്രധാനം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കണം, അത് ആർക്കെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഫണ്ടല്ല, സംസ്ഥാനത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ്. അത് കൊടുക്കുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവരത് ചെയ്യുന്നില്ല. അപ്പോൾ അതിനിടയിൽ ഇവർ സ്തംഭിച്ച് നിൽക്കുന്നു. പിന്നെ ഉള്ളത് ഞങ്ങൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യും. നിങ്ങൾ ഫണ്ട് തന്നില്ലെങ്കിൽ വേണ്ടിയില്ല, ഞങ്ങൾ വേറെ നിലക്ക് റവന്യൂ സമാഹരിച്ചോളൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും അതിനനുസരിച്ചുള്ള റവന്യൂ പണം സമാഹരിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടെന്ന് അതിൻ്റെ ഭരണപരമായുള്ള കഴിവാണ്. അത് നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് മുമ്പിൽ ഒരു സാമ്പത്തിക വിഷയം മുന്നിൽ കണ്ട് കീഴടങ്ങുന്ന അവസ്ഥയാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അത് തന്നെയാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും ഇതിൽ സത്യസന്ധമല്ലാത്ത നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ വിമർശിക്കുവാൻ LDFന് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ UDF അങ്ങേയറ്റം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതേസമയം വിമർശിക്കാനുള്ള ധാർമ്മികാവകാശം LDFന് CPMനും എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഇതിൽ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട് ഭരണഘടനാ പ്രകാരം കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കീഴ്വഴക്കം എന്താണ്, ഈ പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ആണ് നടന്നുകൊണ്ടിരുന്നത്. സ്റ്റേറ്റാണ് ഓരോ സംസ്ഥാനത്തെയും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നോക്കിയത്. ഹയർ എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ മാത്രമാണ് കേന്ദ്രം ഏതെങ്കിലും നിലയിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഗതിയേ ഇല്ലാതെ ഇങ്ങനൊരു ലിസ്റ്റേ ഇല്ല. ഇപ്പം 2014 ശേഷം ഇന്ത്യയിൽ യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഒന്നുമില്ല. ഒരു ലിസ്റ്റേ ഉള്ളൂ, ദാറ്റ് ഇസ് മോഡി ലിസ്റ്റ്. ആ മോഡി ലിസ്റ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യത്തിൽ കേന്ദ്രം അത് കൈയേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ തന്നെ സ്റ്റേറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഡൊമൈനുകൾ അതിനകത്തും ഇവർ കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ 1900 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് 2007 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മദൻ മോഹൻ പൂഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷൻ നിശ്ചയിക്കുന്നുണ്ട്. MM പൂഞ്ചി കമ്മീഷൻ എന്ന പേരിൽ 2010 അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച്, ഫെഡറലിസത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിലപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ആ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള വേറെ കാര്യം. ഗവർണറുടെ അപ്പോയിൻമെൻറ്റോ എന്തൊക്കെ ഗംഭീരമായുള്ള നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഈ MM പൂഞ്ചി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേന്ദ്രം ഒരു നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ, ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ, അത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിന് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന ഭരണഘടനാ പദവിയുള്ള ഒരു ബോഡിയാണ്. അത് കൂടാറുണ്ടോ എന്ന് വെച്ചാൽ കൂടാറുണ്ട്. 2016 ഏറ്റവും അവസാനം കൂടിയത്. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ അവതരിപ്പിച്ച ആ ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഈ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്രം തീരുമാനമെടുക്കാവൂ എന്ന് MM പൂഞ്ചി കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. പക്ഷെ അത്തരമൊരു ആലോചനയെ നടക്കുന്നില്ല. കൺകറൻറ്റ് ലിസ്റ്റ് മാത്രമല്ല, സ്റ്റേറ്റ് ലിസ്റ്റിലും കേന്ദ്രം കടന്നു കയറി അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെതിരെ ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രതിരോധം തീർക്കുവാൻ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല. തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നാണ് പലപ്പോഴും കുറച്ചെങ്കിലും ആ നിലക്കുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാവാറ്. സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മമതാ ബാനർജിയും അത്തരം വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പലവട്ടം ഇവിടെ പറഞ്ഞാണ്, സംസ്ഥാനങ്ങളെന്ന് പറയുന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പോക്കാണ് അവർ പോകുന്നത്. അതിൽ ഒരു ഇനം മാത്രമാണ് ഈ PM ശ്രീ എന്ന് പറയുന്നത്. PM ശ്രീ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നു, സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നു, അതിന് പൈസ കൊടുക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അവിടെ അതിലൂടെ പിന്നെ സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് സിലബസിൽ ഇതിനകത്തൊക്കെ കയറുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് PM ശ്രീ നടപ്പിലാക്കാതെ മാറി നിൽക്കാം. ഇപ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ലല്ലോ എന്ന് പറയാം. പക്ഷേ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ അപ്പുറത്ത് പല പ്രശ്നങ്ങളും വരും. ഒരുപക്ഷെ ഫണ്ട് വെട്ടിക്കുറച്ചേക്കാം, സമയത്തിന് ലഭിക്കാതെ വന്നേക്കാം. ആ നിലക്ക് സംസ്ഥാനങ്ങളെ മെരുക്കി കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ, അത് നമുക്കറിയാം ഏത് നിലക്ക് വിദ്യാഭ്യാസ രംഗത്താകുമ്പോൾ വർഗീയത
വർഗീയതയും കാവ്യവൽക്കരണവും കുറച്ച് നമ്മുടെ ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താജ്മഹൽ ഒന്നും ഒരുപക്ഷെ പഠിച്ചു കൊള്ളണമെന്നില്ല, തേജോമഹാലയ എന്നായിരിക്കും പഠിക്കുക. ഇങ്ങനെ ഉണ്ടല്ലോ, ആ നിലക്കാണ് ഇത് പൂക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പിൽ ധീരമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് മതേതര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച ഒരു ഉത്തരവാദിത്തം. അതിനു മുമ്പിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. LDF നിസ്സഹായമായി നിന്ന് നമ്മൾ കാണുന്നു. അതേ പാത പിന്തുടർന്ന് UDFും നിസ്സഹായം നിൽക്കുകയാണ്. ഇങ്ങനെ ഉപസമിതി എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് ടൈം ബൈങ് എക്സസൈസ് ആയിരിക്കും. എൻഡ് ഓഫ് ദ ഡേ ഇത് സംഭവിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. ശരി. അപ്പോൾ അജിംസ്, ഇവിടെ സത്യത്തിൽ ഈ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കിൽപ്പെട്ട അവസ്ഥയിലാണോ സർക്കാർ ഉള്ളത്? ഫണ്ട് വേണം, ശരിയാണ്, എന്നാൽ കേന്ദ്രത്തിന് വഴങ്ങാനൊട്ട് വയ്യ. എന്നാൽ അതങ്ങ് തുറന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഈ PM ശ്രീ പദ്ധതി വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയിൽ കേന്ദ്ര ഫണ്ട് കിട്ടും കിട്ടില്ല, അത് കിട്ടാൻ വേണ്ടി ഒപ്പിടണോ വേണ്ടേ, അത് ചെറുത്ത് നിൽക്കണോ, ലീഗലി ഫൈറ്റ് ചെയ്യണോ, രാഷ്ട്രീയമായി എതിർക്കണോ, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വളരെ ഉപരിപ്ലവമാണ്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, അത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഹിന്ദുത്വയുടെ പരീക്ഷണശാല എന്നാണ്, ലാബറട്ടറി ഓഫ് ഹിന്ദുത്വ. അതെങ്ങനെയാണ് ഗുജറാത്ത് ലാബറട്ടറി ഓഫ് ഹിന്ദുത്വ ആയത്? അവിടെ അവർ എന്തെല്ലാം കാര്യം ചെയ്തു? ആ ചെയ്ത കാര്യങ്ങൾ UP ചെയ്തിട്ടുണ്ടാവും, മധ്യപ്രദേശ് ചെയ്തിട്ടുണ്ടാവും, കേരളത്തിൽ എല്ലായിടത്തും ചെയ്തിട്ടുണ്ടാവും. അവിടെ ചെയ്ത സവിശേഷമായ കാര്യം അവിടെ പാഠപുസ്തകങ്ങൾ അവർ കാവ്യവൽക്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം ഞാൻ പറയാം. ഒരു വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ കോൺഗ്രസ്സുകാരുടെ മീറ്റിംഗ് വിളിച്ചു. അതിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, നിങ്ങൾ തൽക്കാലം ഗുജറാത്ത് ഇലക്ഷൻ ജയിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, ജയം അസാധ്യമാണ്, വലിയ പാടാണ്. നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കിടയിലുള്ള RSSകാർ തിരിച്ചറിഞ്ഞ് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. ഒരു കോൺഗ്രസ് നേതാവിന് ഒരു ഗുജറാത്ത് PCC യോഗത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ഞാൻ ഈ പറഞ്ഞ പ്രശ്നമാണ്, പാഠപുസ്തകങ്ങളുടെ കാവ്യവൽക്കരണമാണ്. പാഠപുസ്തകങ്ങളുടെ കാവ്യവൽക്കരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു തലമുറ മുഴുവനായി ഗുജറാത്തിൽ സംഭവിച്ചു കഴിഞ്ഞു, അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. 90കൾ മുതൽ അവർ തുടങ്ങിയതാണ്. അവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും വിചാരിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള മറ്റവൻ പാകിസ്ഥാനിയാണ് എന്നാണ്, അവനെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞുവിടാനുള്ള ആളാണ് എന്നാണ്. എനിക്ക് വ്യക്തിപരമായി ഗുജറാത്തിലെ അനുഭവം കൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് പറയുന്നത്. അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. അതിലെന്തെങ്കിലും ഒരു മോശമാണെന്നോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്നോ ഒന്നും അവർ കരുതുന്നേയില്ല. അതായത് ഇന്ത്യയിലെ ഒരു 10-20% വരുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതിപ്പോൾ മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഏതെങ്കിലും ആവട്ടെ, അവരൊന്നും ഇതിൻ്റെ ഭാഗമല്ല, അവർ വേറെ തന്നെ ആളുകളാണ് എന്ന് ഒരു തരം കുറ്റബോധവും ഇല്ലാതെ അൺഅപ്പോളജറ്റിക്കലായിട്ട് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെയൊരു തലമുറയെ അവിടെ വാർത്തെടുത്തുകൊണ്ടാണ് ഗുജറാത്തിനെ എന്തെന്ന് പറയുന്നത് ഹിന്ദുത്വയുടെ പരീക്ഷണശാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലായിടത്തും നടപ്പാക്കേണ്ടതെന്ന് വെച്ചാൽ BJP ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളും നടപ്പായിട്ടില്ല. കാരണം ഒന്നുകിൽ ആ ഭരണം മാറും, ഒന്നിൽ കോൺഗ്രസ് ഭരണം വരും, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ BSPയുടെ ഭരണം വരും. അങ്ങനെ മാറുന്നതുകൊണ്ട് ഈ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കുന്നത് ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും നടന്നിട്ടില്ല. അപ്പോൾ രാജസ്ഥാനാകട്ടെ, UP ആവട്ടെ, ഈവൻ മധ്യപ്രദേശ് ആവട്ടെ, അവിടെ ഒന്നും നടന്നിട്ടില്ല. നടന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നടന്നതിന് അവിടെ ഫലമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം എന്തുകൊണ്ടാണ് RSS ഈ എഡ്യൂക്കേഷൻ സെക്ടറിനെ കാര്യമായി ശ്രദ്ധിക്കുന്നത്? ഇപ്പോൾ BJP ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നറിയോ? മുരളി മനോഹർ ജോഷി. അദ്ദേഹം എത്ര ഉന്നതനാണ്, LK അഡ്വാണിക്ക് സംശീർഷനായ ഒരു നേതാവാണ്. വിദ്യാഭ്യാസം ഇപ്പോൾ ഈ മോദി മന്ത്രിസഭയിൽ തന്നെ 3 മന്ത്രിസഭകൾ എടുത്ത് നോക്കുക, വിദ്യാഭ്യാസം വേറെ ആർക്കും കൊടുക്കില്ല. കുറച്ച് നാൾ സ്മൃതി ഇറാനി മറ്റോ ഉണ്ടായിരുന്നു തോന്നുന്നു, അവരെടുത്ത് മാറ്റി. അവർ RSSകാർ തന്നെയാണ് വയ്ക്കുക. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ RSS കേഡറാണ്. പുതുതായിട്ട് വരുന്ന പ്രഹ്ലാദ് ജോഷി ആരാണ്? RSS കേഡറാണ്. RSSൻ്റെ അല്ലാത്ത വേറൊരാൾ ആ മിനിസ്ട്രിയിൽ അവർ വയ്ക്കുകയില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുക എന്നുള്ളത്. അത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം സംഘപരിവാരും RSSും BJPയും അതിന് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നാളെ അവർ ഈ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയാലും ഇനിയും അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു തലമുറയെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. എന്താണോ ഗുജറാത്തിൽ ലക്ഷ്യം കണ്ടത്, അവർ വിജയിച്ചത്, അത് ഇന്ത്യ മൊത്തം നടപ്പാക്കുക. അതിനിപ്പോൾ ആര് ഭരിക്കുന്ന സംസ്ഥാനമായാലും, കോൺഗ്രസ് ആയാലും CPM ആയാലും SP ആയാലും BJD ആയാലും, ആര് ഭരിക്കുന്ന സംസ്ഥാനത്തും തങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനറേഷനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് അവർ മെല്ലെ മെല്ലെ നടന്നെടുക്കുകയാണ്. NEP അതിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ഞങ്ങൾക്ക് ഫണ്ട് തരുമോ ഇല്ലേ, ഫണ്ട് കിട്ടിയില്ലേ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചർച്ച ഇതിൻ്റെ രാഷ്ട്രീയത്തെ ഊറ്റിക്കളയുന്ന ഒന്നാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്. 2, കഴിഞ്ഞ LDF സർക്കാർ ചെറുത്ത് നിന്നിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ കഴിഞ്ഞ CPM എന്ന പാർട്ടിയും SFIയും LDF സർക്കാരൊക്കെ ചെറുത്ത് നിന്നിട്ടുണ്ട്. അവർ നിരന്തരം അതേക്കുറിച്ച് സംസാരിച്ചു, അവർ ലേഖനങ്ങൾ എഴുതി, അത് വലിയ ആപത്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു. പക്ഷേ ആ പറഞ്ഞത് മുഴുവൻ ഒറ്റയടിക്ക് വിഴുങ്ങിക്കൊണ്ട്, എത്രത്തോളം എന്ന് വെച്ചാൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചിന്താവാരിക ഒരു ലേഖനം എഴുതുകയാണ്, അതിദീർഘമായ ലേഖനം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രശ്നം എന്താണ്, PM ശ്രീ എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത്, PM ശ്രീ കൊണ്ടുവന്നാലുണ്ടാകുന്ന പ്രശ്നം, അതേക്കുറിച്ച് ദീർഘമായ ലേഖനം ചിന്താവാരിക പുറത്തിറങ്ങിയത് പിറ്റേ ദിവസമാണ് വരുന്ന വാർത്ത PM ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളത്.
എനിക്കറിയില്ല, അത് അന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഒപ്പിട്ട. ക്യാബിനറ്റിൽ ഈ സംഭവം ചർച്ചയ്ക്ക് വന്നതാണ്. ക്യാബിനറ്റിൽ വെച്ചിട്ട് CPIയുടെ മന്ത്രിമാർ എതിർത്തപ്പോൾ അത് പിന്നീട് മാറ്റിവെച്ച കാര്യമാണ് എന്ന് രതീഷ് കാളിയാണ് ആ ലേഖനത്തിൽ പറയുന്നത്, സമകാലിക മലയാളത്തിലെ എഴുതിയ ലേഖനത്തിൽ. ക്യാബിനറ്റിൽ വന്നതാണ്. ക്യാബിനറ്റിൽ വന്നപ്പോൾ CPIയുടെ മന്ത്രിമാർ എതിർത്തു, അത് മാറ്റിവെച്ചു. എന്നിട്ട് ഉദ്യോഗസ്ഥർ പോയി ഒപ്പിട്ടു. അത് മന്ത്രി വി ശിവൻകുട്ടി പോലും അറിഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. ആരൊക്കെ അറിഞ്ഞിട്ടാണ് അത് ഒപ്പിട്ടതെന്നും അറിയില്ല. വലിയ കലാപം ഉണ്ടായി LDFൽ തന്നെ. LDFൽ വലിയ എതിർപ്പ് ഉയർന്നു. അവർ ഈ പദ്ധതിയിൽ നിന്ന് കെപ്റ്റ് ഇൻ അബയൻസ്, ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ആ കത്താണ് ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. മരവിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, അത്രയും മതി അതിന്. അതായത് ഈ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം, അതായത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഗൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുക, ഒരു വാടക ചീട്ടിൻ്റെ വാല്യൂ ഉള്ളൂ. ഒരു വാടക ചീട്ടിൻ്റെ വാല്യൂ പോലും അതിനില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് ഒരു കക്ഷിക്ക് പിൻവാങ്ങാൻ എന്തെങ്കിലും ലീഗൽ ബൈൻഡിങ് ഇല്ല. ഒരു കരാറാണെന്ന് കരുതുക, ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടു. എഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ ആ എഗ്രിമെൻറ്റിൽ ഉണ്ടാവും ഇതിൽ നിന്ന് എങ്ങനെ ക്ലോഷർ ഉണ്ടാവും, എങ്ങനെ വിഡ്രോവൽ ക്ലോഷർ ഉണ്ടാവും. ഇതിനങ്ങനെ വിഡ്രോവൽ ക്ലോഷറേ ഇല്ല. ഈ പദ്ധതി നടപ്പാക്കണോ വേണ്ടതെന്ന് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. അതിൻ്റെ കാരണം കേന്ദ്ര പ്രൊജക്റ്റാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഒരു സംസ്ഥാനം ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്താൽ തീർന്നു അവിടെ. അന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലോ മറ്റോ ആണ്, ഈ ഒക്ടോബറിൽ ഒപ്പിടുന്നു, നവംബറിലാണ് കത്ത് കൊടുക്കുന്നത്. ആ കത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്കൂൾ പോലും സെലക്ട് ചെയ്തിരുന്നതുകൊണ്ടാണ്. കാരണം അതിൽ പദ്ധതിയിൽ കേരളമില്ല. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ മെയ് 26-ാം തീയതി വരെ നടപ്പാക്കാത്തതിന് കാരണം അവർ ആ പദ്ധതിയിലില്ല, തമിഴ്നാടില്ല. അതുപോലെ കേരളവും ഇല്ല. കേരളം ഒപ്പിട്ടു എങ്കിൽ പോലും കേരളം ആ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് കത്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. അവിടെയാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്റ്റാറ്റസ് എന്താണ്? ആ പദ്ധതിയുടെ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ ആ പദ്ധതിയിലില്ല എന്നുള്ളതാണ് സ്റ്റാറ്റസ്. ഒപ്പിട്ടു എന്നുള്ളതല്ല സ്റ്റാറ്റസ്. ഞങ്ങൾ ആ പദ്ധതിയിലില്ല, ഒരു സ്കൂളും തിരഞ്ഞെടുക്കുന്നില്ല, ഞങ്ങൾ ആ പദ്ധതിയുമായി അകലം പാലിക്കുന്നു. ആ ചോദ്യത്തോടാണ് മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉൾപ്പെടെ, അടൂർ പ്രകാശൊക്കെ ഉൾപ്പെടെ ഞാൻ വർത്താനം പറയുന്നു. നമുക്ക് ഫണ്ട് തരില്ലല്ലോ, എന്താ ചെയ്യുക, അവർ ഒപ്പിട്ട് പോയില്ലേ, എന്നാര് പറഞ്ഞു? ഇന്നിപ്പോൾ അബ്ദുൽ വഹാബ് MP ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഫണ്ട് കിട്ടില്ല. അതായത് PM ശ്രീയുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടില്ല എന്ന് പറയുന്നത്. ആ മറുപടിയിൽ പോലും ഞങ്ങൾ SSK ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഫെഡറലിസ്റ്റിനെതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എഴുതി കൊടുക്കുന്ന അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൽ. അവർ പറയുന്നത് പദ്ധതിയുടെ ഫണ്ട് കിട്ടില്ല, PM ശ്രീയുടെ. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പദ്ധതി നടപ്പായാലേ ഫണ്ട് കിട്ടേണ്ടുള്ളൂ. അപ്പോൾ ഇത്ര ലളിതവും ട്രാൻസ്പെറൻറ്റുമാണ് കാര്യങ്ങൾ. അവിടെയാണ് അല്ല അവർ ഒപ്പിട്ടല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും, ഒപ്പിട്ട് പോയില്ലേ, അതിൽ നിന്ന് പിന്മാറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഞഞ്ഞാവിഞ്ഞ വർത്തമാനത്തിനോട് പ്രസക്തിയില്ല. അവർ കത്ത് കൊടുത്തു, ഞങ്ങളതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പൊസിഷൻ. ഇനിയൊരു തീരുമാനം എടുക്കുന്നത് എന്തിനാണ്? ഇനി തീരുമാനം ഇപ്പോൾ PM ശ്രീ വേണ്ട മുന്നോട്ട് പോകണമെന്നിരിക്കട്ടെ, ഈ സർക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ആദ്യം ആ നവംബർ മാസത്തിൽ സർക്കാർ കൊടുത്ത കത്ത് പിൻവലിക്കണം. ആ കത്ത് പിൻവലിച്ചിട്ട് ഞങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കത്ത് പോകണം. അതല്ലാതെ ഇതിൽ നമ്മൾ കൊണ്ടുപോയി ഏതെങ്കിലും തല വെച്ചിട്ടില്ല, ഒരു കെണിയിലും തല വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ അതിൽ നിന്ന് ഔട്ടാണ്, നമ്മൾ ആ പദ്ധതിയിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഇത് ജനങ്ങളോട് മര്യാദയ്ക്ക് നേരെ ചൊവ്വേ പറയാനുള്ള രാഷ്ട്രീയമായ മാന്യത UDF കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് പറയണം, ജനങ്ങളോട് പറയണം. ഇതാണ് അവസ്ഥ. ഇത് എത്ര പൈസയെ കിട്ടുക? 2027 തീരുന്നൊരു പദ്ധതിയാണത്. ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ എന്ത് കാശാണ് കിട്ടുക? ആ കാശ് എത്ര സ്കൂളുകൾക്കാണ് അത് ഗുണം ചെയ്യുക? ആ കാശ് അത്രയും തുച്ഛമാണ്. യഥാർത്ഥത്തിൽ UDFൻ്റെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പദ്ധതിയിൽ ഒപ്പിടുക എന്നുള്ളതല്ല പ്രശ്നം. കേന്ദ്ര സർക്കാരുമായി ഒരു കോൺഫ്രണ്ടേഷന് പോകാതിരിക്കുക. കാരണം നേരത്തെ ദാവസാവി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒന്ന് ഫെഡറലിസത്തെ ഞെരുക്കി അമുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അത്തരം ഒരു റെജീമിന് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവർക്ക് ആവശ്യത്തിന് ഫണ്ട് കിട്ടില്ല, ഫണ്ട് വൈകിപ്പിക്കുക. ഫണ്ട് വൈകിപ്പിച്ചാൽ തന്നെ അത് ജനറേഷൻ ഉണ്ടാകും. ഉദാഹരണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി, കേന്ദ്രത്തിൻ്റെ വീതം കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കണം. ആ പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന ഞെരുങ്ങലിനിടയിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും സർക്കാർ. ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ അൺപോപ്പുലർ ആക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിൻ്റെ ഈ ഞെരുക്കലാണ്. ഫണ്ട് കൃത്യമായി കിട്ടില്ല, അപ്പോൾ ഉച്ചക്കഞ്ഞി മുടങ്ങി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വരിക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വളരെ മോശമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകളും ഈ സർക്കാരിനും ഉണ്ടാവും എന്ന് VD സതീശൻ സർക്കാർ ഭയക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷൻ ലൈനിലേക്ക് പോകണ്ട. എല്ലാ ദിവസവും രാവിലെ VD സതീശൻ്റെ വാക്കുകൾ കടമെടുത്താൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് കേന്ദ്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കലല്ല നമ്മുടെ പണി. അത് ഒരു തരത്തിൽ ശരിയാണ്. കേന്ദ്രവുമായി ഒരു സംസ്ഥാന സർക്കാർ എല്ലാ ദിവസവും രാവിലെ എന്ന് അടികൂടി കളയാം എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു വിഷയമല്ല, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമല്ല ഇത്. VD സതീശൻ തന്നെ പല ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറയുന്നത്, ഞാനും പിണറായി വിജയനും നാളെ മരിച്ചു പോകും, എൻ്റെയും പിണറായി വിജയൻ്റെയും കൊച്ചുമക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ളതാണ്. ആ വാക്കിനോട് എന്തെങ്കിലും ആത്മാർത്ഥ VD സതീശൻ ഉണ്ടെങ്കിൽ എന്താണ് PM ശ്രീ പദ്ധതി എന്നും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്നും അത് നടപ്പാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്നുമുള്ള കാര്യം മനസ്സിലാക്കുകയും ജനങ്ങളോട് പറയുകയും ചെയ്യണം.
ജനങ്ങൾ വി ഡി സതീശൻ്റെ കൂടെ നിൽക്കും. കാരണം വി ഡി സതീശന് കിട്ടിയ മാൻഡേറ്റ് അന്ന് വി ഡി സതീശൻ വർഗീയതയ്ക്കെതിരെ സംസാരിച്ചതിനുള്ള മാൻഡേറ്റാണ്. അത് സതീശൻ ഓർക്കുന്നത് നന്നായിരിക്കും. യെസ്, അതാണ് കേന്ദ്രം ഇതിൽ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാം, പക്ഷേ PM ശ്രീ പദ്ധതി പ്രകാരമുള്ള തുക നിങ്ങൾക്ക് ലഭിക്കില്ല. ഇനി ഇതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണോ അതോ ഫണ്ട് വേണ്ട എന്ന് വയ്ക്കണോ? മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത മുഖ്യമന്ത്രി വി ഡി സതീശനുണ്ട്.